വെൽക്കം ടു ഈസി ലേൺ 365 ബിസിനസ് ലോ അല്ലെങ്കിൽ ബിസിനസ് റെഗുലേഷൻ ക്ലാസ്സസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതായ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. മുൻപ് ഉള്ള ടോപ്പിക്സും ക്ലാസ്സസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ്സിലേക്ക് വരുന്നത് നല്ലതായിരിക്കും, ഒരു കണ്ടിന്യൂറ്റി ലഭിക്കുന്നതിന്. ഇന്ന് നമ്മൾ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ വളരെ വിശദമായിട്ടുള്ള ഒരു ഭാഗമാണ് നോക്കുന്നത്. ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ വിവിധ വശങ്ങൾ, വിവിധ രീതികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ പരിശോധിക്കാനായിട്ട് പോകുന്നു. ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വെൻ an agreement which was binding on the parties to it ceases to bind them, the contract is said to be discharged. A contract may be discharged in the following methods: by performance of contract, by breach of contract, by impossibility of performance, by the agreement, by lapse of time, and by operation of law. വളരെ കൃത്യമായി പറഞ്ഞാൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകളുടെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഒരു കംപ്ലീഷനിലേക്ക് വരിക അല്ലെങ്കിൽ എൻഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ വെച്ച് ആ കോൺട്രാക്റ്റ് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. നമ്മളുടെ കോൺട്രാക്റ്റിലെ എല്ലാ ഒബ്ലിഗേഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ പെർഫോമൻസ് എന്ന് പറയും, പെർഫോമൻസ് കംപ്ലീറ്റ് ആയെന്ന് പറയും. പക്ഷേ ഇവിടെ പറയുന്നത് കോൺട്രാക്റ്റിന് ഇടയിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് കഴിഞ്ഞ് കോൺട്രാക്റ്റിൻ്റെ ദിവസം തന്നെ നമ്മളുടെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും അവസാനിക്കുന്നുവെങ്കിൽ അവിടെ ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്റ്റ് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയും. അപ്പോൾ അത് വിശദമായി നമ്മൾ ഇനിയുള്ള പോയിൻറ്റ്സിൽ ഡിസ്കസ് ചെയ്യുകയാണ്. എന്താണ് ഡിസ്ചാർജ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ്. നമ്മൾ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ വളരെ വിശദമായി ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കോൺട്രാക്റ്റിലെ റൈറ്റ്സും ഒബ്ലിഗേഷൻസും പ്രോമിസയും പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ കോൺട്രാക്റ്റിന് ഒരു അവസാനം ഉണ്ടാകുന്നു. അതിനെയാണ് ഡിസ്ചാർജ് ബൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. നോക്കാം. അണ്ടർ എ കോൺട്രാക്റ്റ് each party is bound to perform his obligations and part of his obligations after the parties have made due performance of the contract. Their liability under the contract comes to an end. In such a case, the contract is said to be discharged by performance. A ബിക്ക് ഗുഡ്സ് കൊടുക്കാമെന്ന് പറയുന്നു, ബി അതിൻ്റെ വാല്യൂ കൊടുക്കുന്നു അല്ലെങ്കിൽ പ്രൈസ് കൊടുക്കുന്നു. കൃത്യമായ ദിവസവും കൃത്യമായ സമയവും അതിന് ഫിക്സ് ചെയ്യുന്നു, എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നു. അതോടുകൂടി ആ കോൺട്രാക്റ്റ് പെർഫോംഡ് ആയിട്ട് നമ്മൾ കണക്കാക്കും, അല്ലെങ്കിൽ ഡിസ്ചാർജ്ഡ് ആയിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോൾ പെർഫോം ചെയ്യപ്പെട്ട എല്ലാ കോൺട്രാക്റ്റുകളും ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാം. കംപ്ലീറ്റ് ആയിട്ട് റൈറ്റും ഒബ്ലിഗേഷനും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിസ്ചാർജ്ഡ് പെർഫോമൻസ് എന്ന് നമ്മൾ പറയും. എന്നാൽ എല്ലാ കോൺട്രാക്റ്റുകളും ഇതുപോലെ പെർഫോം ചെയ്യപ്പെടണമെന്നില്ല. ചില കോൺട്രാക്റ്റുകൾ പെർഫോമൻസ് ഡേറ്റിന് മുൻപോ ആ ഡേറ്റിലോ ഒക്കെ വെച്ച് ചില സംഭവങ്ങളുണ്ടാകാം. അത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെ നമുക്കൊരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ്ഡ് ആയി എന്ന് പറയാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പോയിൻറ്റ്സിൽ നോക്കുന്നത്. അടുത്തത് ഡിസ്ചാർജ് ബൈ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ വയലേഷൻ എന്നുള്ളതാണ്. കോൺട്രാക്റ്റിലെ കണ്ടീഷൻസ് നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോഴാണ് ബ്രീച്ച് ഉണ്ടാകുന്നത്, ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇതിനെ സംബന്ധിച്ച് വിശദമായി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കൂടെ വെയിറ്റ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയും. എങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രീച്ച് നോക്കാം. വെൻ എ പാർട്ടി ഹാവിങ് എ ഡ്യൂട്ടി ടു പെർഫോം എ കോൺട്രാക്റ്റ് ഫെയിൽസ് ടു ഡു ദാറ്റ് or does an act whereby the performance of the contract by him becomes impossible, or he refuses to perform the contract, there is said to be a breach of contract on his part. ഒരു വ്യക്തിക്ക് തൻ്റെ കണ്ടീഷൻസ് അല്ലെങ്കിൽ തൻ്റെ ഒബ്ലിഗേഷൻ, കോൺട്രാക്റ്റിലെ ഒബ്ലിഗേഷൻസ് അത് പെർഫോം ചെയ്യാൻ സാധിക്കാതെ വരിക, ഫെയിൽസ് ടു പെർഫോം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഉണ്ടാവുക. ഇത്തരം സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ അദ്ദേഹം അത് ആ കണ്ടീഷൻസ്
ഫുൾഫിൽ ചെയ്യാൻ തയ്യാറാവാതിരിക്കുക, റെഫ്യൂസ് ചെയ്യുക, ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയും. On the breach of contract, one party, the other party is discharged from his obligation to perform his part of the obligation, and he also gets a right to sue the party making the breach of contract or damages for the loss occasioned to him due to the breach of contract. അപ്പോൾ എ ബിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ എ തൻ്റെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക്കലി ദി അതർ പാർട്ടി ബി ഈസ് ഡിസ്ചാർജ്ഡ് ഫ്രം പെർഫോമിങ് ദ ഡ്യൂട്ടി. മനസ്സിലായോ? കാരണം ബിക്ക് കിട്ടേണ്ടതായിട്ടുള്ള റൈറ്റ് അവിടെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബി പിന്നീട് ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടതില്ല. എന്ന് മാത്രമല്ല, ബിക്ക് എക്കെതിരായി സ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ തൻ്റെ കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. The breach of contract may be either actual, that is non-performance of the contract on the due date of performance, or anticipatory. അപ്പോൾ ഡ്യൂ ഡേറ്റിൽ സംഭവിക്കാം, ഡ്യൂ ഡേറ്റിന് മുൻപ് സംഭവിക്കാം ബ്രീച്ച്. ഇതിനെ രണ്ടിനെയും നമ്മൾ ആക്ച്വൽ ആൻഡ് ആൻറ്റിസിപ്പേറ്ററി എന്ന രണ്ട് രീതിയിലാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആൻറ്റിസിപ്പേറ്ററി എന്ന് പറയുന്നത് ബിഫോർ ഡ്യൂ ഡേറ്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കാം. A is to supply certain goods to B on 1st January. On 1st January, A does not supply the goods. He has made actual breach. That means സപ്ലൈ ചെയ്യേണ്ട ഡേറ്റിൽ സപ്ലൈ ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻ, അതിനെ നമ്മൾ ആക്ച്വൽ ബ്രീച്ച്. ആക്ച്വലി അവിടെ ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞു. കാരണം ആ ഡേറ്റിൽ അദ്ദേഹം അത് സബ്മിറ്റ് ചെയ്തില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് സപ്ലൈ ചെയ്തില്ല. ആക്ച്വലി ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് ആർ വയലേറ്റഡ്. അതുകൊണ്ടാണ് അതിനെ ആക്ച്വൽ ബ്രീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചാണ്. നമ്മളൊരു പെർഫോമൻസ് ചെയ്യേണ്ട ഡേറ്റിന് മുൻപായിട്ട് തന്നെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞ കേസിലാണെങ്കിൽ ജാനുവരി 1 എന്ന് പറയുന്ന ഡേറ്റിലാണ് പെർഫോം ചെയ്യേണ്ടത്. ജാനുവരി 1 മുൻപ്, ഫോർ എക്സാമ്പിൾ ഡിസംബർ 25 അല്ലെങ്കിൽ ഡിസംബർ 20 അദ്ദേഹം പറയുകയാണ് ഞാനത് ഡ്യൂട്ടി ഞാൻ പെർഫോം ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചാണ്. അത് ആ പെർഫോമൻസ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ ബ്രീച്ച് സംഭവിക്കുകയാണ്. അപ്പോൾ ആക്ച്വൽ ബ്രീച്ച് പറഞ്ഞു. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇറ്റ് മീൻസ് ദ റെപ്യൂഡിയേഷൻ ഓഫ് എ കോൺട്രാക്ട് by one party to it before the due date of its performance has arrived. അപ്പോൾ ഡ്യൂ ഡേറ്റിന് മുൻപ് തന്നെ കോൺട്രാക്റ്റിലെ കണ്ടീഷൻസ് ഞാൻ പാലിക്കയില്ല എന്ന് പറയുന്ന സിറ്റുവേഷനാണ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്ന് പറയുന്ന സിറ്റുവേഷൻ. When a party to a contract has refused to perform or disabled himself from performing his performance in its entirety, the promise may put to an end to the contract unless he has signified by words or conduct his acquiescence in his continuance. That means ഒരു കോൺട്രാക്റ്റിലെ തൻ്റെ ഒബ്ലിഗേഷൻസ് പൂർണ്ണമായും പെർഫോം ചെയ്യില്ല എന്നൊരു വ്യക്തി ഓൾറെഡി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പിന്നെ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. കോൺട്രാക്റ്റ് ഒരു ഡിസ്ചാർജ് കോൺട്രാക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് കുഡ് മെയ്ഡ് ബൈ പ്രോമിസർ എയ്തർ ബൈ റെഫ്യൂസിംഗ് ടു പെർഫോം ദ കോൺട്രാക്ട് or disabling himself from performing the contract in its entirety before the due date of performance has arrived. രണ്ട് രീതിയിൽ ബ്രീച്ച് ചെയ്യാം. ഒന്ന്, തൻ്റെ ഒബ്ലിഗേഷൻ റെഫ്യൂസ് ചെയ്യുക, ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യില്ല എന്ന് പറയുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ഡിസേബിൾഡ് ആക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പെർഫോമൻസ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുക. ഈ രണ്ട് രീതിയിലും നമുക്ക് ബ്രീച്ച് ഉണ്ടാകാം. When the refusal to perform the contract in its entirety is not there, it is not to be considered to be a case of anticipatory breach within the meaning of section 39. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ ഒരു കേസ് വന്നിരിക്കുകയാണ്. ഇൻ വെസ്റ്റ് ബംഗാൾ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വേഴ്സസ് ഗ്ലൂക്കോസ് സീരീസ് AIR 1973 ഒരു കേസാണ്. A granted a loan to B amounting rupees 4,38,000 and also agreed to grant further loan of rupees 1,62,000 and its discretion provided that B made the repayment of the loan in accordance with the agreement that at the rate of 60,000 every year.
B failed to make the repayment as agreed. B insisted that A should grant further loan of rupees 1,62,000 to him. But A did not grant further loan because B did not make the repayment of loan as agreed. B's contention was that A had failed to perform the contract by not advancing further loan, which should be considered to be breach of contract. It was, however, held that A had already advanced some loan which B had accepted. There cannot be said to be a refusal on A's part to perform the contract in its entirety. B was therefore not entitled to put an end to the contract on the ground of breach of contract on the part of A. ഇത് വിശദമായി ഞാൻ വായിച്ചത് ഇത് വളരെ പ്രമാദമായിട്ടൊരു കേസാണ്. ഈ കേസിൽ നിന്നാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ചിന് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നത്. ഇവിടെ പറയുന്നു എ ബിക്ക് ലോൺ കൊടുക്കുന്നു. ആദ്യം ഒരു ലോൺ കൊടുക്കുന്നു, അതിനുശേഷം പിന്നീട് ബി ആദ്യം കൊടുത്ത ലോൺ കൃത്യമായി തിരിച്ചടക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ലോൺ കൊടുക്കാമെന്ന് പറയുന്നു. അത് എയുടെ ഡിസ്ക്രിപ്ഷൻ ആണെന്നും കൃത്യമായിട്ട് പറയുന്നു. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എയുടെ വിവേചന അധികാരമാണ്, കൃത്യമായി തീരുമാനിക്കാം. പക്ഷേ ബി കൃത്യമായി ലോൺ അടയ്ക്കുന്നില്ല ആദ്യത്തെ ലോൺ, എന്നിട്ട് വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എ അത് കൊടുക്കില്ല, സ്വാഭാവികമായിട്ടും കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ തൻ്റെ ഭാഗത്ത്, അതായത് ബി വാദിക്കുന്നത് എ തൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ പൂർണ്ണമായി പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്നുള്ള നിലയിൽ അതിനെ കാണുകയാണ്. പക്ഷേ ഇവിടെ ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് സംഭവിക്കുന്നില്ല. കാരണം എ തൻ്റെ പാർട്ട് ആദ്യമേ പെർഫോം ചെയ്തു ഒരു ഭാഗം, ബി പിന്നീട് റെസ്പോണ്ട് ചെയ്യേണ്ടത് തൻ്റെ ലോൺ റീപേയ്മെൻറ്റ് അടച്ചുകൊണ്ടാണ്. പക്ഷേ ബി കൃത്യമായ ലോൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എ പിന്നീട് ലോൺ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബിക്ക് ഇവിടെ ആദ്യത്തെ ലോൺ അടയ്ക്കാനുള്ള തൻ്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാനും കഴിയില്ല. ബിക്ക് പിന്നീട് ലോൺ അടയ്ക്കേണ്ട എന്ന നിലയിൽ അതിനെ ഡിസ്ചാർജ് ചെയ്യാനും കഴിയില്ല. എന്ന് പറഞ്ഞാൽ എ രണ്ടാമത്തെ സെറ്റ് ഓഫ് ലോൺ കൊടുക്കുകയും വേണ്ട, എന്നാൽ ബി തൻ്റെ ആദ്യത്തെ ലോണും അതിൻ്റെ ഇൻട്രസ്റ്റും കൃത്യമായി അടക്കുകയും വേണം. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇവിടെ ഒരു ബ്രീച്ച് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി സംഭവിച്ചിട്ടില്ല, പൂർണ്ണമായ ഒരു ബ്രീച്ച് സംഭവിച്ചിട്ടില്ല. കാരണം എ തൻ്റെ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടുണ്ട്, പക്ഷേ ബി ആണ് റെസ്പോൺസിബിലിറ്റി ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്രീച്ച് നിലനിൽക്കുന്നില്ല. ഇനി മറ്റൊരു സിറ്റുവേഷനാണ് എ സിംഗർ എൻറ്റേഴ്സ് ടു എ കോൺട്രാക്ട് വിത്ത് ബി, the manager of the theatre, to sing at its theatre 2 nights in every week during the next 2 months, and B agrees to pay her 100 rupees for each night's performance. On the 6th night, A willfully absents herself from the theatre. B at liberty to put an end to the contract. അപ്പോൾ ഇവിടെ ബി മാനേജർ അയക്കുന്ന തിയേറ്ററിൽ പാട്ട് പാടാനായിട്ട് എന്നെ ക്ഷണിക്കുകയാണ്. എക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു. പക്ഷേ 6 ദിവസത്തിൽ ഒരു ദിവസം, 6ാമത്തെ ദിവസം എ ആബ്സെൻ്റ് ചെയ്യാണ്, അതിൽ നിന്നും പങ്കെടുക്കുന്നതിൽ നിന്നും ആബ്സെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നില്ല. ഈ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. This may create a misapprehension that in this case absenting on one of the nights is only partial refusal to perform the contract and not failure to performance contract in entirety. In this case, that is Sultan Chand versus Schiller, it was observed that even absence on one night in its illustration is breach of contract in its entirety. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ കേസിൽ ലോൺ കൊടുക്കാതിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ബി തൻ്റെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ വരുമ്പോൾ 6 ദിവസം തിയേറ്ററിൽ പാടാമെന്ന് പറഞ്ഞിട്ട് 6ൽ ഒരു ദിവസം അദ്ദേഹം പാടാതിരിക്കുമ്പോൾ അത് ബ്രീച്ച് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി എന്ന് തന്നെ പറയുന്നു. കാരണം 6 ദിവസത്തേക്ക് പൂർണ്ണമായും റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കേണ്ടതാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ബ്രീച്ച് തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. രണ്ടും രണ്ട് രീതിയിലുള്ള വിവേചനമാണ് നമ്മളതിന് കൊടുക്കേണ്ടത്. എഫക്റ്റ് ഓഫ് ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് എന്താണ് സംഭവിക്കുന്നത്?
When the promisor has made anticipatory breach of contract, the promise may put to an end to the contract unless he has signified by words or conduct his acquiescence or its continuance. അദ്ദേഹം ആൻറ്റിസിപ്പേറ്ററി ബ്രീച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് നമുക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അദ്ദേഹം പിന്നീട് പറയുകയാണ്, ഞാൻ തൽക്കാലത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ ഞാൻ ഭാവിയിൽ പെർഫോം ചെയ്തേക്കാമെന്നെങ്ങാനും അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും റിസെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ആ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്ന അപ്പോയിൻമെൻറ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാം. എന്താണ് സംഭവിക്കുക എന്നുള്ളത് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്തതായിട്ട് കണക്കാക്കാം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ, ഡിസ്ചാർജ് ബൈ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഈ വേർഡ് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തൊരു വേർഡാണ്. ഇമ്പോസിബിലിറ്റി, പെർഫോമൻസ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യം, അസാധ്യമാകുന്ന സാഹചര്യം. അദ്ദേഹത്തിന് കഴിയാതെ വരുന്നു എന്നുള്ളതല്ല, ഇമ്പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ അസാധ്യമായിട്ടുള്ള സാഹചര്യമാണ് വരുന്നത്. ബോത്ത് അണ്ടർ ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ലോ ഓഫ് കോൺട്രാക്ട്, the performance of which is impossible, the same is void for the reason. ഇമ്പോസിബിൾ ആയിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റുകളും വോയിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ആ സമയത്ത് ഡിസ്ചാർജായിട്ട് കണക്കാക്കണം. Section 56, which deals with this question, mentions two kinds of impossibility. One is first impossibility existing at the time of making the contract. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെയുള്ള ഇമ്പോസിബിലിറ്റി ഉണ്ട്. രണ്ട്, a contract which is possible of performance and lawful when made, but the same becomes impossible or unlawful thereafter due to some supervening event. നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അത് പോസിബിൾ ആയിരുന്നു, പക്ഷേ അതിന് ശേഷം അത് ഇമ്പോസിബിൾ ആവുന്ന സിറ്റുവേഷൻ. അത്തരം സിറ്റുവേഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർവീനിങ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. വിശദമായിട്ട് നോക്കാം. ഇമ്പോസിബിലിറ്റി പലതരത്തിലുണ്ട്. ഒന്ന് ഇനീഷ്യൽ ഇമ്പോസിബിലിറ്റിയാണ്. An agreement to do an act impossible in itself is void. The object of making any contract is that the parties to it would perform their respective promises. If a contract is impossible of being performed, the parties to it will never be able to fulfill their object, and hence such an agreement is void. Example നോക്കാം. A agrees to discover treasure by magic. The performance of the agreement being impossible, the agreement is void. And similarly, an agreement to bring a dead man to life is also void. രണ്ടും ഇനീഷ്യലി തന്നെ ഇമ്പോസിബിൾ ആണ്. ഒരു ട്രഷർ കണ്ടുപിടിക്കുക, മാജിക്കിൽ കൂടെ ട്രഷർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നൊരു കോൺട്രാക്റ്റ്, അതുപോലെ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ജീവൻ കൊടുക്കാമെന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ്, ഈ രണ്ട് സിറ്റുവേഷനും ഇനീഷ്യലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് തുടക്കത്തിൽ തന്നെ വോയിഡ് ആണെന്ന് നമുക്ക് കണക്കാക്കണം. പിന്നീടുള്ളത് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റിയാണ്. ഇവിടെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം നമുക്ക് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ നമുക്ക് നോക്കാം. എ കോൺട്രാക്ട് ടു ഡു ആൻ ആക്ട് വിച്ച് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ് ബിക്കംസ് ഇമ്പോസിബിൾ, ഓർ ബൈ റീസൺ ഓഫ് സം ഇവൻറ്റ് വിച്ച് ദ പ്രോമിസർ കുഡ് നോട്ട് പ്രിവെൻറ്റ് അൺലോഫുൾ ബിക്കംസ് വോയിഡ് വെൻ ദ ആക്ട് ബിക്കംസ് ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ. നമുക്ക് പിന്നീട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മൾ ഏർപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റി അൺലോഫുൾ ആവുക, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രിവെൻഷൻ ഉണ്ടാവുക, അത് വോയിഡായി മാറുന്ന സിറ്റുവേഷൻസിലെല്ലാം നമുക്കതിനെ ഇമ്പോസിബിലിറ്റി എന്ന് പറയേണ്ടി വരും. സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റിയെ നമ്മൾ വേറെ കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാൽ, എ ആൻഡ് ബി കോൺട്രാക്ട് ടു മാരി ഈച്ച് അതർ ബിഫോർ ദ ടൈം ഫിക്സഡ് ഫോർ ദ മാരേജ്, എ ഗോസ് മാഡ്. അപ്പോൾ എ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അത് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളായി മാറുന്നു. അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റ് വോയിഡായി മാറുന്നു. അടുത്തൊരു കോൺട്രാക്ട്, എ കോൺട്രാക്ട്സ് ടു ടേക്ക് ഇൻ കാർഗോ ഫോർ ബി, എ ഫോറിൻ പോർട്ട്. A's government afterward declares war against the country in which the port is situated. The contract becomes void and the war is declared. ഇവിടെ കാർഗോ എടുക്കാമെന്ന് പറയുന്നു, അത് ലീഗലായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവിടെ ഒരു വാറ് സംഭവിക്കുമ്പോൾ ഒരിക്കലും ആ വാറ് നടക്കുന്ന രാജ്യവുമായിട്ടൊരു ട്രാൻസാക്ഷൻ നമുക്ക് പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ അവിടെ സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വരികയാണ്, ഇല്ലീഗാലിറ്റി വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് സബ്സീക്വൻറ്റ് ഇമ്പോസിബിലിറ്റി എന്ന് പറയേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചൈനയുമായിട്ടൊരു ഇഷ്യൂയിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഇഷ്യൂ ഇല്ലാത്ത സമയത്ത് നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. പക്ഷേ ഒരു വാർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ
അതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ സബ്സിക്വൻറ്റ് ഇമ്പോസിബിലിറ്റി വരുന്നത്. ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ദർ ഇസ് എ കോൺട്രാക്ച്വൽ ടേം കോൾഡ് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. എക്സാമിന് വളരെ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു ടേമും കൂടിയാണ്. വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ? When the performance of the contract becomes impossible, the purpose which the parties have in mind is frustrated. Because of the supervening event, when the performance becomes impossible, the promisor is excused from the performance of the contract. This is known as the doctrine of frustration under English law and is covered by section 56 of the Indian Contract Act. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കേസുമായിട്ട് നോക്കാം. ഒരു കാർഗോ നമ്മൾ കളക്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുക. അപ്പോൾ കൃത്യമായ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടണമെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. പക്ഷേ അത് വാർ വരുമ്പോൾ അത്തരം കോൺട്രാക്ഷൻ നമുക്ക് നടക്കാൻ കഴിയാതെ വരുമ്പോൾ അവിടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ദർ ഈസ് എ ഫ്രസ്ട്രേഷൻ ഇൻ മൈൻഡ്. അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഫ്രസ്ട്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമായിട്ടുള്ളൊരു സംഭവം ഉള്ളത് പ്രോമിസർ ഈസ് എക്സ്ക്യൂസ്ഡ് ഫ്രം ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്റ്റ്. നമ്മൾ പിന്നീട് ആ കാർഗോ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ പാർട്ടി പിന്നീട് ആ കാർഗോ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഹീ ഈസ് എക്സ്ക്യൂസ്ഡ് ഫ്രം ദ പെർഫോമൻസ് ആസ് ബിക്കോസ് ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്ക് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് നാലാമത്തെ സിറ്റുവേഷൻ, ഡിസ്ചാർജ് ബൈ എഗ്രിമെൻറ്റ് ആൻഡ് നൊവേഷൻ. Section 62 and 63 deals with the contract in which obligation of the parties to it may end by consent of the parties. നമ്മൾ രണ്ടുപേരുടെയും കൺസെൻറ്റോട് കൂടി നമ്മളൊരു കോൺട്രാക്റ്റിന് അവസാനം വരുത്തുക എന്നുള്ളതാണ്. നൊവേഷൻ എന്ന് പറയുന്നത് എന്താണ്? നൊവേഷൻ മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് കോൺട്രാക്റ്റ് വിത്ത് ന്യൂ വൺ. നമ്മളൊരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കണ്ടീഷൻസ് മാറ്റിക്കൊണ്ടോ നിലവിലുള്ള പാർട്ടീസിനെ മാറ്റിക്കൊണ്ടോ നമ്മൾ പുതിയൊരു കോൺട്രാക്റ്റ് വെക്കുമ്പോൾ തീർച്ചയായും അവിടെ പഴയ കോൺട്രാക്റ്റ് നമ്മൾ അത് എക്സ്പയർഡായിട്ട് കണക്കാക്കുകയും പുതിയ കോൺട്രാക്റ്റ് നിലവിൽ വരികയും ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നൊവേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. നൊവേഷൻ രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. നൊവേഷൻ ബൈ ചേഞ്ച് ഇൻ ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ഓർ നൊവേഷൻ ബൈ ചേഞ്ച് ഇൻ ദ പാർട്ടീസ് ടു ദ കോൺട്രാക്റ്റ്. നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വരുത്തുക അല്ലെങ്കിൽ പാർട്ടീസിനെ മാറ്റം വരുത്തുക. ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ഒറിജിനലായിട്ടുള്ള കോൺട്രാക്റ്റ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നു, പുതിയ കോൺട്രാക്റ്റ് റീപ്ലേസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എ ഓസ് ബി 10,000 rupees. A enters into an agreement with B. Later A gives B a mortgage of his estate for rupees 5,000 in place of the debt of the 10,000 rupees. This is a new contract and the extinguishes the old. ഇവിടെ എ ബിക്ക് 10,000 രൂപ കൊടുക്കുമ്പോൾ അവിടെ യാതൊരു സെക്യൂരിറ്റിയും കൊടുക്കുന്നില്ല. പക്ഷേ പിന്നീട് ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒരു മോർഗേജ് അല്ലെങ്കിൽ പ്ലെഡ്ജായിട്ട് 5,000 റുപ്പീസിൻ്റെ വിലയുള്ള ഒരു സ്ഥലം അവിടെ മോർഗേജ് ചെയ്യുകയാണ്. 10,000 രൂപയ്ക്ക് പകരമായിട്ട് മോർഗേജ് ചെയ്യുകയാണ്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആ കോൺട്രാക്റ്റിൽ വരുത്തിയ പുതിയൊരു മാറ്റമാണ് ആക്ച്വലി അത്. അങ്ങനൊരു മാറ്റം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പുതിയ കോൺട്രാക്റ്റായി മാറുകയും പഴയ കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്ചാർജഡായിട്ട് കണക്കാക്കുകയും വേണം. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലാണ് ചേഞ്ച് ഇൻ ദി ടേംസ് ഓഫ് കോൺട്രാക്റ്റ് സംഭവിക്കുന്നത്. ചേഞ്ച് ഇൻ ദ പാർട്ടീസ് സംഭവിക്കാം. ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ കേസിൽ എ ബിക്ക് പണം തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. സോ എക്ക് വേണമെങ്കിൽ സീനെ ആഡ് ചെയ്യാം, റെസ്പോൺസിബിലിറ്റിക്ക് വേണമെങ്കിൽ സീനെ ആഡ് ചെയ്യാം. ഇവിടെ പറഞ്ഞ എക്സാമ്പിളാണ്. എ ഓസ് മണി ടു ബി അണ്ടർ ദ കോൺട്രാക്ട്. ഇറ്റ് ഈസ് എഗ്രി ടു ബിറ്റ്വീൻ എ ബി ആൻഡ് സി ദാറ്റ് ബി ഷാൽ thenceforth accept C as his debtor instead of A. The all debt of A to B is at the end of the new debt from C to B has been contracted. അപ്പോൾ എക്ക് പകരം പിന്നീട് അതിൻ്റെ ലോൺ തിരിച്ചടക്കേണ്ടത് സി ആയിട്ട് മാറും എന്നുള്ള സിറ്റുവേഷൻ. അപ്പോൾ ആ കോൺട്രാക്റ്റ് പൂർണ്ണമായി മാറി. കാരണം കോൺട്രാക്റ്റിൻ്റെ പാർട്ടീസ് തന്നെ പുതിയതായി മാറുന്ന സിറ്റുവേഷൻസിനാണ്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഒരു മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി
നമുക്ക് പുതിയ പാർട്ടീസിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഭാഗമായി പുതിയ കോൺട്രാക്റ്റ് ഉണ്ടാകും. ഇനി മറ്റൊന്നാണ് ഇതിൽ തന്നെ വരുന്ന മറ്റൊന്നാണ് റിമിഷൻ എന്ന് പറയുന്നത്. റിമിഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഡിസ്പെൻസ് ഓർ വിത്ത് റിമിറ്റ് പെർഫോമൻസ് ഓഫ് ദ പ്രോമിസി. നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കുറച്ച് ഭാഗം പെർഫോം ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു പാർട്ട് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പിന്നീട് ആ കോൺട്രാക്റ്റ് പൂർത്തീകരിക്കേണ്ടതില്ല എന്ന് പറയുന്ന സിറ്റുവേഷനാണ് റിമിഷൻ എന്ന് പറയുന്നത്. നോക്കാം. അക്കോർഡിംഗ് ടു 63 സെക്ഷൻ, promisee may dispense with or remit performance of promisee. Every promisee may dispense with or remit wholly or in part the performance of the promisee made to him, or may extend the time for such performance, or may accept instead of it any satisfaction which he thinks fit. നമുക്കൊരു കുറച്ച് കാര്യം പെർഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ കോൺട്രാക്റ്റ് ഇത്രയും മതി എന്ന് നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷൻ, സാറ്റിസ്ഫൈഡ് ആവുന്ന സിറ്റുവേഷൻ, അതിനാണ് റിമിഷൻ ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ പ്രോമിസസ് ടു പെയിൻറ്റ് എ പിക്ചർ ഫോർ ബി afterward forbids him to do so. A is no longer bound to perform the promise. അതായത് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുത്തു, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പിന്നീട് അത് വേണ്ട എന്ന് പറയുന്ന സിറ്റുവേഷൻ, അതിനാണ് റിമിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോർബിഡ് ചെയ്യണം. മറ്റൊരു സിറ്റുവേഷൻ, എ യൂസ് ടു ബി 5,000 rupees ആൻഡ് എ പേസ് ടു ബി ആൻഡ് ബി ആക്സെപ്റ്റ്സ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഹോൾ ഡെപ്റ്റ് ₹2,000. അവിടെ 5,000 രൂപ കൊടുക്കാനുണ്ട്, പക്ഷേ 2,000 രൂപ കൊടുത്തപ്പോൾ തന്നെ ഇനി നമുക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ. അവിടെ കോൺട്രാക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ അതോടുകൂടി അവിടെ പെർഫോമൻസ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്ത 2 സിറ്റുവേഷൻസാണ് ഇവിടെ പറയുന്നത്. ഇനി റിസിഷൻ ഉണ്ട്. റിസിഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടറിലി മ്യൂച്വൽ സറണ്ടർ ആൻഡ് ഡിസ്ചാർജ് ഓഫ് കോൺട്രാക്ച്വൽ റൈറ്റ്. നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കോൺട്രാക്ച്വലെ റൈറ്റ്സ് നമ്മൾ ഒറിജിനൽ സാറ്റിസ്ഫോയിലേക്ക് റിട്ടേൺ ചെയ്യുന്ന സിറ്റുവേഷൻ കൂടെയാണ്. ഇറ്റ് മീൻസ് ദ ക്യാൻസലേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾ റിസിഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം. ഒന്ന്, ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. രണ്ടുപേരും തമ്മിൽ മ്യൂച്വലി എഗ്രി ചെയ്തുകൊണ്ട് നമ്മൾ കോൺട്രാക്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു. മറ്റൊന്ന്, അഗ്രീഡ് പാർട്ടിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട്. മറ്റൊന്ന്, ദ ഫെയിലിയർ ടു പെർഫോമൻസ് ബൈ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ അഗ്രീഡ് പാർട്ടിക്ക് വേണമെങ്കിൽ അവിടെ തൻ്റെ കോമ്പൻസേഷൻ വേണം എന്നുള്ള പോയിൻ്റ് നിലനിർത്തിക്കൊണ്ട് കോൺട്രാക്റ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാവുന്ന സിറ്റുവേഷനാണ്. അടുത്ത സിറ്റുവേഷൻ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ഒരു നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ഭാഗമായി കോൺട്രാക്റ്റ് വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. ഒന്ന്, മെർജർ ഓഫ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫീരിയർ റൈറ്റിൻ്റെ മുകളിൽ ഒരു സുപ്പീരിയർ റൈറ്റ് വരുന്ന സിറ്റുവേഷനിൽ അവിടെ ഇൻഫീരിയർ റൈറ്റ് ക്യാൻസലാക്കപ്പെടുകയും സുപ്പീരിയർ റൈറ്റ് നിലനിൽക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ടൈം എംപ്ലോയി ആയിട്ടുള്ളൊരു വ്യക്തി തൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഒരു പെർമനൻ്റ് എംപ്ലോയി അല്ലെങ്കിൽ ഫുൾ ടൈം എംപ്ലോയി ആക്കി നമ്മൾ മാറ്റുന്നു എന്ന് വിചാരിക്കുക. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇൻഫീരിയർ റൈറ്റാണ് ഒരു പാർട്ട് ടൈം എംപ്ലോയി എന്ന് പറയുന്നത്, സുപ്പീരിയർ റൈറ്റാണ് ഒരു പെർമനൻ്റ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് അവസാനിക്കുകയും പിന്നീട് അദ്ദേഹം ഫുൾ ടൈം എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിലേക്ക് വരികയും ചെയ്യുന്ന സിറ്റുവേഷൻ, അതിനാണ് മെർജർ ഓഫ് റൈറ്റ്. ഇത് നിയമപരമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന് ഡെത്താണ്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് തൻ്റെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ കഴിയില്ല. പിന്നീട് നമുക്ക് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നമ്മുടെ സക്സസറെ കൊണ്ട് ചെയ്യിക്കാം, നമ്മളുടെ ലീഗൽ ഹയേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാം, അങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷേ പോസിബിളി അങ്ങനെയൊന്നുമില്ലെങ്കിൽ അവിടെ ഡെത്തോടു കൂടിയ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇൻസോൾവൻസി, ഒരു വ്യക്തിക്ക് തനിക്ക് കടബാധ്യത വരുന്ന സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് ഇൻസോൾവൻ്റ് ആയിട്ട് കോടതി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് കോൺട്രാക്ച്വൽ റൈറ്റ് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. മെറ്റീരിയൽ ഓൾട്രേഷൻ, വളരെ പ്രധാനപ്പെട്ട ചില ഓൾട്രേഷൻസ് കോൺട്രാക്റ്റിൽ വരുത്തി കഴിഞ്ഞാൽ പിന്നീട് ആ കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതായത് ദ ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്റ്റ് ഈസ് മെറ്റീരിയലി ഓൾട്ടേർഡ് ബൈ പാർട്ടി ടു എ കോൺട്രാക്ട്
വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദ അതർ പാർട്ടീസ് ദ കോൺട്രാക്ട് ഈസ് ഡിസ്ചാർജ്. അപ്പോൾ അതായത് ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് എഴുതി, നമ്മളൊരു കൃത്യമായ ഡോക്യുമെൻ്റ് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ എഴുതി, പക്ഷേ അതിൽ വലിയ ഓൾട്ടറേഷൻസ് വരുത്തുക, തിരുത്തൽ വരുത്തുക, അതിന് മെയിൻ കണ്ടൻറ്റ് നമ്മൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ മാറ്റി എഴുതുക, അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ കൺസെൻറ്റ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. മറ്റൊന്ന് ബൈ ലാപ്സ് ഓഫ് ടൈം. ലാപ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ വെൻ എ പീരീഡ് ഇസ് സ്പെസിഫൈഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് ദ കോൺട്രാക്ട് ഇറ്റ് ഈസ് നോൺ ആസ് എ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. നമ്മളൊരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ ചിലപ്പോൾ ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും. 1 വർഷത്തിനുള്ളിൽ, 6 മാസത്തിനുള്ളിൽ, 1 മാസത്തിനുള്ളിൽ, 1 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിനുള്ളിൽ നമ്മളത് പെർഫോം ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ല എങ്കിൽ ആ പീരീഡിനെ നമ്മൾ പറയുന്നത് ലിമിറ്റേഷൻ എന്നുള്ള പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ 1 മാസമാണ് നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാലാവധിയെങ്കിൽ 1 മാസത്തിനുള്ളിൽ നമ്മളത് പെർഫോം ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാപ്സ് ഓഫ് ടൈം ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. ആസ് പെർ ലിമിറ്റേഷൻ ആക്ട് 1963, if the contract is not performed and if no legal action is taken by the promisee within the period of limitation, the contract in such case is terminated. ഇത് ലിമിറ്റേഷൻ ആക്ട് നിലവിൽ നിൽക്കുന്നതുകൊണ്ടാണ് അത്തരം ഒരു കണ്ടീഷൻ ഉള്ളത്. നമ്മളൊരു എക്സാമ്പിൾ പറയാം. ടു ഫയൽ എ മണി സ്യൂട്ട് ദ പീരീഡ് ഓഫ് ലിമിറ്റേഷൻ ഈസ് 3 years. ദാറ്റ് മീൻസ് നമ്മളൊരാൾക്ക് കടം കൊടുത്തിട്ടുണ്ട്, ആ വ്യക്തി നമുക്ക് കടം തിരിച്ചു തന്നില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരായി നമുക്ക് സ്യൂ ചെയ്യാൻ കഴിയും, കോടതിയിൽ പോകാൻ കഴിയും. പക്ഷേ 3 വർഷത്തിനുള്ളിൽ, അതായത് ഡിഫോൾട്ട് വന്നതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ നമ്മൾ പോയില്ല എങ്കിൽ നമുക്കൊരിക്കലും ആ കേസുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. അത് ലോ ഓഫ് ലിമിറ്റേഷൻ അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആക്ട് 1963 നിലനിൽക്കുന്നത് കൊണ്ടാണ് അത്തരമൊരു കോൺട്രാക്ച്വൽ ടെർമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം 6 സിറ്റുവേഷൻസ് വിശദമായിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ഒരു കോൺട്രാക്റ്റ് ഡിസ്ചാർജ്ഡ് ആയിപ്പെട്ടു അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് നമ്മൾ കംപ്ലീറ്റഡ് ആയി എന്ന് നമുക്ക് പറയാവുന്ന സിറ്റുവേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ് ഈസി ലേൺ 365.